ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് നീങ്ങുന്നു. പടത്തിൻ്റെ തെലുങ്ക് റിലീസ് വരാൻ പോകുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ നല്ലൊരു ഹോൾഡോടെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വാഴ 2. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ സവിൻ എസ് എ ആണ്, പുതുമുഖം ഡയറക്ടറാണ്. വിപിൻ ദാസ് ഒരു പുതുമുഖം ഡയറക്ടറാണ്. പ്രൊഡ്യൂസർ, ഇതിൻ്റെ റൈറ്ററും പുതുമുഖങ്ങളാണ്. നേരത്തെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആക്ടർ ഹാഷിർ ആൻഡ് ടീംസ്, പിന്നെ ആക്ട്രസ്, ഇവരെല്ലാം നോക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവർക്കും പരിചയമായി വന്നവരാണ് ഇതിനകത്തുള്ള ടീംസ് മൊത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ മലയാളം സിനിമ ഇപ്പോഴല്ല, ഈ കോവിഡിന് ശേഷം കോവിഡിന് മുന്നേ ആയിട്ടുള്ള കുറച്ച്, കോവിഡിന് ശേഷമാണ് ഈ മലയാള സിനിമ ഒന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരുന്ന കുറച്ച് അലവലാതി ആക്ടർമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവരെ പറ്റി എന്ന് പറഞ്ഞാൽ അവരാണ് ഈ മലയാളത്തിലെ രാജാവ്. അവരുടെ എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ തലമുറകളായിട്ട് വന്നതാണ് മലയാള സിനിമ. അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അഭിനയിക്കാൻ അവസരം കൊടുക്കാവൂ, അങ്ങനെ വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ചാൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് വേണ്ടിയും കൂടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണലി എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്തോട്ട് താല്പര്യമില്ല. സിനിമ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. റിവ്യൂ ഞാൻ ഈ ചാനലിനകത്തൂടെ നല്ല റിവ്യൂ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുന്നവർക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന ചാൻസ് കിട്ടുന്നില്ല. അതിപ്പം കോവിഡിന് ശേഷമാണ് അത്യാവശ്യം പുതുമുഖ ഡയറക്ടർമാർ വരികയും മലയാള സിനിമയിൽ നിന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതും ഈ കോവിഡിന് ശേഷമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. മലയാള സിനിമ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ്, റീൽസ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 2019 നിങ്ങളെല്ലാം എടുത്ത് നോക്കിയോ, ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്തേക്കുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങളല്ലെങ്കിൽ 2000-ന് ശേഷം ഈ പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത സിനിമകൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം അത്യാവശ്യം അവസരം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിനയൻ മാത്രമാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ഒരു സിനിമ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിനയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിനയനെ മലയാള സിനിമക്കാർ വെളിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എല്ലാവർക്കും മലയാള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ ആശീർവാദ് 2000-ലാണ്, നരസിംഹമാണ് ആശീർവാദിൻ്റെ ആദ്യത്തെ സിനിമ. അതിന് മുന്നേ ആയാലും നോക്കിയാൽ മതി, പുതുമുഖങ്ങളെ വെച്ച് അവരാരും പടം ചെയ്തിട്ടില്ല. പിന്നെ ആക്ട്രസ്മാർക്കൊക്കെ അവസരം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇതുപോലത്തെ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അവർക്ക് 1-2 സിനിമയിൽ മുഖം കാണിക്കാനൊരു അവസരം കൊടുക്കും. പിന്നെ അവരെ തള്ളിക്കളയും. അതുപോലെ സിനിമ ഫാമിലിയിൽ ബന്ധപ്പെട്ടവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അപൂർവം കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ. ഇപ്പം ടോവിനോ ആയാലും ആസിഫ് അലി, അങ്ങനെ കുറച്ച് പേരെ മാത്രമേ ഇതേപോലെ വെളിയിൽ നിന്ന് കയറി വന്നിട്ടുള്ളൂ. അല്ലാതെ ഉള്ളവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിനിമയിൽക്കാരുടെ ഫാമിലി മാത്രമേ സിനിമ ഭരിച്ചിട്ടുള്ളൂ, മലയാള സിനിമ ഭരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ സമയത്തുള്ള സിനിമകളെല്ലാം മലയാള സിനിമ പാളിസായ പടങ്ങളാണ്. നോക്കിയാൽ മതി, ഒറ്റ ഒരാൾക്ക് പോലും അവസരം കൊടുക്കത്തില്ല. ഡയറക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോഷിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോഷിയൊക്കെ ഒരു പുതുമുഖങ്ങളെ വെച്ചും കൊടുക്കത്തില്ല. ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയാലും വലിയ ബജറ്റുള്ള പടങ്ങളെ എടുക്കത്തുള്ളൂ. വലിയ ബജറ്റുള്ള പടങ്ങളെ എടുത്താലും അതിനകത്ത് ചെറിയ കയറി വരുന്നവർക്കൊന്നും അവസരം കൊടുക്കത്തില്ല. ലാലേട്ടൻ ആശീർവാദ് ഉണ്ട്, മമ്മൂട്ടിക്ക് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. പിന്നെ ദുൽഖറിനുണ്ട്. ഏറെക്കുറെ മിക്ക ആക്ടർമാർക്കും ഇതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. സ്വന്തമായിട്ട് ഗതിയില്ലെങ്കിലും ഉണ്ണിമുഖത്തിനും ഇതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. പക്ഷേ ആർക്കും വെളിയിൽ നിന്നുള്ള പുതുമുഖങ്ങളെ കയറ്റി കൊണ്ടുവരാൻ ആരും ഒരു മനസ്സ് കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നതാണ് നാടകം വഴി വരുന്ന കാലത്തൂടെ അപൂർവം കുറച്ച് പേരെ എടുത്തു. പിന്നെ മിമിക്രി കൂടെ കയറി വന്നവരുണ്ട്. മിമിക്രി കൂടെ കയറി വന്ന് കഴിഞ്ഞിട്ട് വന്നവരാണ് ഈ ജയറാമും ദിലീപ്, അങ്ങനെയൊക്കെയുള്ള കുറേ പേര്. ആ സമയത്ത് കയറി വന്ന് ഇപ്പം ജയസൂര്യയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒത്തിരി നാൾ നിന്നിട്ടാണ് കയറി വന്നത്. ഈ ദിലീപൊക്കെ ഒരു സ്റ്റാൻഡായി കഴിഞ്ഞിട്ട് പിന്നെ വിചാരിക്കുന്ന ദിലീപിൻ്റെയൊക്കെ അച്ഛൻ്റെ വകയ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നാണ് ദിലീപ് കരുതുന്നത്. ഒറ്റ ഒരാൾക്കും ഈ സിനിമയ്ക്ക് ചാൻസ് കൊടുക്കേണ്ട കുറേ പേരെയും ഒഴിവാക്കിയിട്ടുള്ളത് ഈ ദിലീപ് എന്നുള്ള ഒരു വേസ്റ്റ് ആക്ടർ തന്നെ. ഇപ്പം കിളവനായി, ദിലീപൊക്കെ കിളവനായി. ഇപ്പം പണി നിർത്തിയിട്ട് ഇറങ്ങി പൊക്കൂടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇറങ്ങി പൊക്കൂടെ ഈ കിളവനൊക്കെ. ഇപ്പം ബാക്കിയുള്ളവരുടെ അവസരം കളയാനാണ് ഇങ്ങനെയൊക്കെ ഒരു സമയത്ത് കളഞ്ഞവരുണ്ടായിരുന്നു. ഈ ദിലീപൊക്കെ ഒത്തിരി പേരുടെ അവസരം കളഞ്ഞിട്ട് ഒത്തിരി പേരുടെ കരിയറും നശിപ്പിച്ച ഒരു ആക്ടറാണ് ദിലീപൊക്കെ. ഈ വിനയനെ പുറത്താക്കിയതിലും ദിലീപിന് നല്ലൊരു പങ്കുണ്ട്. അപ്പം ഇതേപോലെയൊക്കെയാണ് മലയാള സിനിമ. പിന്നെ ഇപ്പം തന്നെ നെപ്പോട്ടിസം വരുന്ന ഒരു കാലമാണ്. ഇപ്പം മാധവ് സുരേഷ് ഇപ്പം അടുത്ത ഒരു സിനിമയിൽ ഒറ്റയടിക്ക് നായകനായിട്ട് കയറി വന്ന സിനിമയുണ്ട്. എന്ന് വെച്ചാൽ തൂറിയിട്ട് മുഖത്ത് ഇട്ടാലും എക്സ്പ്രഷൻ വരാത്ത കുറേ ആക്ടർമാരാണ് ഈ മാധവ് സുരേഷൊക്കെ. നിങ്ങൾ കണ്ടു കാണും ആ പടമൊക്കെ.
അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ പാർ ആക്ടർമാർ വെളിയിലുണ്ട്. അവർക്ക് ആർക്കും അവസരം കൊടുക്കത്തില്ല. അവർക്ക് ആ ചാൻസ് ചോദിച്ച് ചെന്നാലും വെളിയിലാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാ പറഞ്ഞ ആ സമയത്ത് പിന്നെ ഈ ആക്ടർമാരെ താങ്ങിക്കൊണ്ട് കിടക്കുന്ന കുറേ പ്രൊഡ്യൂസർമാരും ഉണ്ട്, പിന്നെ ആക്ടർമാരും ഉണ്ട്. അവർക്ക് മാത്രം കുറച്ച് പേർക്ക് കുറച്ച് സിനിമയിൽ അവസരം കൊടുക്കും. ഇത് കോവിഡിന് മുന്നേ നടന്ന കാര്യം. ഇനി കോവിഡിന് ശേഷം വന്ന കാര്യങ്ങൾ പറയാം. കുറേ പുതുമുഖ ഡയറക്ടർമാർ വന്നു. അവർ ഡയറക്ഷൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി. ഏറെക്കുറെ അവരാണ് ഈ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി വളർത്തിക്കൊണ്ട് വന്നത്. അല്ലാതെ പ്രിയദർശനോ ജോഷിയോ അങ്ങനെ ഷാജി കൈലാസൊക്കെ നല്ല ഡയറക്ടർമാരാണ്. പക്ഷേ ഈ സിനിമ മലയാളം ഇൻഡസ്ട്രി വളർത്തിക്കൊണ്ട് വന്നത് പുതിയ ഡയറക്ടർമാരും പുതിയ ആക്ടർമാരുമാണ്. അപ്പം അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ട. ഈ പഴയ കലാവന്മാർ ദിലീപിനെയൊക്കെ എടുത്ത് വെളി കളയണം. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ഇപ്പം എടുത്ത് നോക്കിയാൽ മതി. എല്ലാം പ്രൊഡക്ഷൻകാരും മൊത്തം ഇപ്പം ഇതേപോലെയുള്ള ആക്ടർമാരെ തിരക്കിയെന്ന് പോകാൻ കാര്യമില്ല. ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയെ മാറിയിട്ടുണ്ട്. ഇപ്പം അതിനുള്ള എക്സാമ്പിളാണ് ഈ വാഴ 2 എന്ന് പറഞ്ഞ പടം. ഇപ്പം ഏറെക്കുറെ എല്ലാം പുതുമുഖങ്ങളാണ്. ഇപ്പം അതിന് മുമ്പ് ഇറങ്ങിയ ലോകയായാലും അത് പുതിയൊരു ഡയറക്ടറാണ്. ദുൽഖർ നല്ലൊരു അവസരം അയാൾക്ക് കൊടുത്ത്. പക്ഷേ ദുൽഖറിൻ്റെ കയ്യിലും ഫോൾട്ടുണ്ട്. പുതിയ ആക്ടർമാരെയൊന്നും അയാളും വളർത്തിക്കൊണ്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ സവിൻ എസ്സയാണ് നല്ല ആക്ടർമാരെ വളർത്തിക്കൊണ്ട് വരുന്നു. സോഷ്യൽ മീഡിയ ഉള്ള നല്ല ഹാഷിർ ആൻഡ് ടീം നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും. അവരെ വളർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം അറിയാവുന്ന ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവർ കയറി വരണം. ഇവരാണ് കയറി വരണം. എങ്കിലേ മലയാള സിനിമയിൽ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ പഴയ ഉള്ള ഡയറക്ടർമാരെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പുതിയ മലയാള സിനിമ ഭരിക്കുന്നവരെ കൊണ്ടുവരണം. മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഡയറക്ടർമാരെല്ലാം എടുത്ത് നോക്കിയാൽ മതി. അവരെല്ലാം എടുത്ത സിനിമകളെല്ലാം ഏറെക്കുറെ ഫ്ലോപ്പുകളാണ്. അപ്പോൾ ഇനിയാണ് ഈ ഹാഷിർ ആൻഡ് ടീം ഇവരിനി കയറണം. കയറിയാലേ ബാക്കിയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇനി വെളിയിലുള്ളവർക്ക് അവസരം കിട്ടത്തുള്ളൂ. അല്ലാതെ ഉള്ളവർക്കൊന്നും ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2011 കൃഷ്ണൻ രാധയും പടം എടുത്തപ്പോഴും ഒത്തിരി വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അയാൾക്ക് ചാൻസ് കിട്ടാത്തതുകൊണ്ട് അയാൾ സ്വന്തമായിട്ട് പടം പിടിച്ച് കാണിച്ചു കൊടുത്ത്. അതേപോലെയാണ് അത് കഴിഞ്ഞിട്ടാണ് കുറേ പേര് സോഷ്യൽ മീഡിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് കയറി വന്നത്. അയാൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ആക്ടർമാരുടെ മകനോ മകളോ ആയിട്ട് ജയിക്കണമെന്ന്. അത് കറക്റ്റ് കാര്യമോ മലയാളം ഇൻഡസ്ട്രി വെച്ച് നോക്കി പറഞ്ഞാൽ കറക്റ്റ് കാര്യം അയാൾ പറഞ്ഞു, സന്തോഷ് പണ്ഡിറ്റ്. ഇപ്പം അത് മാറി. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പുതിയവർ കയറി വന്നാലേ വെളിയിലുള്ളവർക്ക് അവസരം കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പഴയ ആൾക്കാരെല്ലാം എടുത്ത് കളയണം. ഈ ദിലീപിനെയൊക്കെ എടുത്ത് കളയണം. ഒരേ സിനിമയിൽ ഇനി ചാൻസ് കൊടുക്കില്ലേ? അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്. മലയാള ഇൻഡസ്ട്രി വളരണമെങ്കിൽ ഇനി അങ്ങനെ ചെയ്യണം. ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.